അന്ന ഭാഗം 1. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇരു കൈകളും കൂപ്പി മാതാവിൻ്റെ രൂപക്കൂടിനു മുൻപിൽ അന്ന കണ്ണുനീരോടെ പ്രാർത്ഥനയിൽ മുഴുകി. സന്ധ്യയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ 4 ചുവരുകൾ താണ്ടി സ്വർഗീയ താഴ്വാരങ്ങളിൽ അവളുടെ സങ്കടങ്ങൾ മുഴങ്ങിക്കേട്ടു. കൈത്തണ്ടയിൽ മിന്നുമോളുടെ പൂ പോലെ മൃദുലമായ കൈവിരലുകൾ സ്പർശിച്ചപ്പോൾ കണ്ണീരാൽ നനഞ്ഞൊട്ടിയ കൺപീലികൾ മുറുക്കി തുറന്ന് തൻ്റെ 4 വയസ്സുകാരിയായ മകളുടെ നിഷ്കളങ്കമായ മുഖത്തേക്കവൾ സ്നേഹത്തോടെ നോക്കി. മമ്മി, എന്തിനാ കരയുന്നേ? ആംഗ്യഭാഷയിൽ കൈകൾ വിടർത്തിക്കൊണ്ട് മിന്നുമോൾ ചോദിച്ചു. ജന്മനാ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്ന ആ കുരുന്നു നാവുകളിൽ നിശബ്ദത സ്ഥാനം പിടിച്ചിരുന്നു. വെളുത്ത കുഞ്ഞരിപ്പല്ലുകളും പൂച്ചക്കണ്ണുകളും നിലാവുദിച്ച പോലെ മുഖശോഭയുമുള്ള ഈ കുഞ്ഞു മാലാഖയ്ക്ക് ദൈവം സംസാരശേഷി കൊടുക്കാൻ മറന്നുപോയതുപോലെ. അതെ, സന്തോഷം കൊണ്ടാ മോളുടെ മമ്മി കരഞ്ഞത്. എൻ്റെ മിന്നൂസിനെ പോലെ ഒരു തങ്കക്കുടത്തിനെ എനിക്ക് തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞതാ. വാത്സല്യത്തോടെ അവളുടെ കുഞ്ഞു മുഖത്തെ തലോടിക്കൊണ്ട് അന്ന സ്നേഹത്തോടെ അവളെ ചേർത്ത് നിർത്തി. മമ്മിയുടെ മിന്നുമോൾ എന്താ പ്രാർത്ഥിച്ചത്? ഒരു ചെറിയ കൊഞ്ചലോടെ അന്ന അവളോട് ചോദിച്ചു. എന്നെ കാണാനായിട്ട് എൻ്റെ പപ്പ വേഗം വരണേന്നാ പ്രാർത്ഥിച്ചത്. നിഷ്കളങ്കതയോടെ കണ്ണുകൾ ചിമ്മി അടച്ചുകൊണ്ട് ആംഗ്യഭാഷയിൽ ഇത് പറഞ്ഞു നിർത്തിയ മിന്നുമോളോട് മറുപടി പറയാനാകാതെ വാത്സല്യത്തോടെ അവൾ തന്നിലേക്ക് ചേർത്തണയ്ക്കുമ്പോൾ അന്നയുടെ കൺകോണുകളിൽ നീർച്ചാലുകൾ പൊടിഞ്ഞു. മിന്നുമോളെ, അന്ന പതിഞ്ഞ ശബ്ദത്തോടെ വിളിച്ചു. എന്ന് മൂളിക്കൊണ്ട് എന്ത് എന്ന അർത്ഥത്തിൽ മിന്നുമോൾ അരുമയോടെ തൻ്റെ പൂച്ചക്കണ്ണുകൾ ഉയർത്തി അന്നയുടെ നേർക്ക് നോക്കി. മമ്മിയുടെ മിന്നൂസിന് പപ്പയും മമ്മിയും എല്ലാം ഞാനല്ലേ. ഈ മമ്മിക്ക് മോള് മാത്രമല്ലേ ഉള്ളൂ. ഒരു ദിവസം മോളുടെ പപ്പ കുറേ ചോക്ലേറ്റ്സും പുത്തൻ ഉടുപ്പൊക്കെ ആയിട്ട് മോളെ കാണാൻ വരും കേട്ടോ. അന്നയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ആ കുഞ്ഞിക്കണ്ണുകൾ പ്രതീക്ഷയോടെ കൂടുതൽ വിടർന്നു. നാളെ മോളുടെ സ്കൂൾ തുറക്കുക. പുതിയ ഉടുപ്പും ബാഗുമൊക്കെയായി നമ്മൾ മോളുടെ സ്കൂളിൽ പോകില്ലേ? അപ്പോൾ പുതിയ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും ഒക്കെ കിട്ടും എൻ്റെ മോൾക്ക്. ഇനി മമ്മിയുടെ മിന്നൂസ് സന്തോഷമായിട്ട് ചാച്ചിക്കോ. ആർത്തിരമ്പി വന്ന സങ്കടക്കടൽ മനസ്സിലൊതുക്കി അവളെ സന്തോഷിപ്പിക്കുമ്പോഴും വാക്കുകൾ ഇടറാതിരിക്കാൻ അന്ന ഒരുപാട് ബുദ്ധിമുട്ടി. തൻ്റെ തോളിൽ ചാഞ്ഞുറങ്ങുന്ന കുഞ്ഞിനെ കട്ടിലിലേക്ക് കിടത്തി അവളുടെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി അന്ന ഒരു നിമിഷം നിന്നു. നെറുകയിൽ തൻ്റെ അധരങ്ങൾ ചേർത്ത് ചുംബിച്ച് അവളെ പുതപ്പിച്ച ശേഷം മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആ കൊച്ചു വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ സങ്കടങ്ങളാൽ താൻ ബന്ധിക്കപ്പെട്ടു പോയി എന്നോർത്ത് അന്നയുടെ മനസ്സൊരു നിമിഷം നീറിപ്പുകഞ്ഞു. അവൾ അടുത്തുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് മേശയിലേക്ക് മുഖം ചേർത്ത് തൻ്റെയും കുഞ്ഞിൻ്റെയും ഭാവികാല ജീവിതത്തെപ്പറ്റിയുള്ള ചിന്തകളിൽ മുഴുകി. ദീർഘനേരത്തെ ചിന്തകൾക്കൊടുവിൽ ഉറക്കം അവളുടെ മിഴികളെ പുൽകിയിരുന്നു. ജനാലയിലൂടെ അരിച്ചിറങ്ങിയ സൂര്യരശ്മികൾ അന്നയുടെ നിദ്രയെ അടർത്തി മാറ്റി. പെട്ടെന്ന് തന്നെ മിന്നുമോളെയും ഉണർത്തി അവളെയും എടുത്ത് തോളിൽ ചായ്ച്ചു കിടത്തി അന്ന അടുക്കളയിലേക്ക് പോയി. മോളെ മിന്നൂസേ, മോള് വലിയ കുട്ടിയായില്ലേ. ഇനി മമ്മി മോളെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കാൻ അധികം പറ്റില്ല കേട്ടോ. പൊന്നുമോള് വേഗം പോയി റെഡിയായി വാ. മമ്മി മോൾക്ക് ഇഷ്ടമുള്ള ദോശയും കടലയൊക്കെ ഉണ്ടാക്കി വെക്കാം. അനുസരണയോടെ അന്നയുടെ ദേഹത്തു നിന്നും ഊർന്നിറങ്ങി മിന്നുമോൾ മുറിയിലേക്ക് നടന്നു. ചെറുപ്പത്തിലെ തന്നെ ഒറ്റപ്പെടലിൻ്റെ വേദന അറിഞ്ഞതുകൊണ്ടാകാം എല്ലാ കാര്യങ്ങളും കഴിവതും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ അവളെ അന്ന പ്രാപ്തയാക്കിയത്. രാവിലത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കി മിന്നൂസിനുള്ള പാലെടുത്ത് മേശയിൽ വെച്ച് അവളെ റെഡിയാക്കാൻ അന്ന മുറിയിലേക്ക് പോയി. അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ മിന്നുമോൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരു റോസ് നിറമുള്ള ഫ്രോക്ക് എടുത്തിട്ടുകൊണ്ട് അതിൻ്റെ പിറകിലുള്ള സിബിടാൻ ശ്രമിക്കുകയാണ്. ഇരു കൈകളും പുറകിലേക്ക് വിടർത്തിക്കൊണ്ട് പാവം ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. മമ്മിയുടെ മിന്നൂസിങ് വന്നേ, മമ്മി ഒരുക്കിത്തരാം. കുസൃതി നിറഞ്ഞ അവളുടെ വെള്ളാരം കണ്ണുകൾ അന്നയിലേക്ക് കൗതുകത്തോടെ നോക്കി. ഡോക്ടർ റോയിയുടെ ചികിത്സയിലാണിപ്പോൾ മിന്നുമോള്. ചെറിയൊരു പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ട് അവളുടെ കാര്യത്തിൽ. ഒരു ഓപ്പറേഷനിലൂടെ സംസാരശേഷി തിരിച്ചു കിട്ടിയേക്കാമെന്ന്.
എന്നാൽ അതിനുവേണ്ടി ഭീമമായൊരു തുക ആവശ്യം വരും. ഇപ്പോൾ ശരിക്കും അന്ന ജീവിക്കുന്നത് പോലും മിന്നുമോൾക്ക് വേണ്ടിയാണ്. ആ ഓപ്പറേഷന് വേണ്ടിയുള്ള പണം, അതാണിപ്പോഴൊരു ചോദ്യചിഹ്നമായി അന്നയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. ദീർഘമായ ആലോചനയോടെ അവൾ നിശബ്ദമായി നിന്നു. മിന്നുമോള് തട്ടി വിളിച്ചപ്പോഴാണ് അന്ന ചിന്തയിൽ നിന്നും ഉണർന്നത്. മിന്നുമോള് റെഡിയാക്കി അവളെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലിരുത്തി. മമ്മിയുടെ മിന്നൂസ് ഇതെല്ലാം കഴിച്ച് ഈ പാലും കുടിച്ച് മിടുക്കിയായിട്ടിരിക്കെ, അപ്പോഴേക്കും മമ്മി റെഡിയായി വരാം. മിന്നുമോളുടെ മുന്നിൽ എടുത്തു വെച്ച ദോശ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലൊന്ന് മിന്നുമോളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. വെള്ളയിൽ ചാരനിറമുള്ള പൂക്കൾ പെയിന്റ് ചെയ്ത കോട്ടൺ സാരിയും വലിയ ചമയങ്ങളൊന്നുമില്ലാത്ത മുഖവും. അന്ന ഒരു മാലാഖ തന്നെയാണ്. ഇടതൂർന്ന നീളൻ മുടിയും കുഞ്ഞിനെപ്പോലെ നിഷ്കളങ്കമായ മുഖവുമുള്ള ഒരു 24-കാരി. എങ്കിലും ആ കണ്ണുകളിൽ ഒരു സങ്കടക്കടൽ ഇരച്ചു വന്ന് വൻ തിരമാലകൾ കൊണ്ട് മൂടുന്നത് പോലെ തോന്നും. ഈ മാലാഖയുടെ സൗന്ദര്യമാണ് അതുപോലെ മിന്നുമോൾക്കും പകർന്നു കിട്ടിയിരിക്കുന്നത്. മമ്മിയുടെ മിന്നുമോൾ ഒന്നും കഴിച്ചില്ലല്ലോ. പാത്രത്തിൽ അവശേഷിച്ച ദോശക്കഷ്ണങ്ങൾ കണ്ട് അന്ന അവളോട് ചോദിച്ചു. ശേഷം അതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് കടലക്കറിയിൽ മുക്കി മിന്നുവിൻ്റെ വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, അതെ, നന്നായിട്ട് ആഹാരം കഴിച്ചാലേ എൻ്റെ മിന്നൂസിന് വലിയ കുട്ടിയായിട്ട് നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റൂ. ദോശക്കഷ്ണം വായിലേക്ക് വെച്ചപ്പോൾ മതി എന്ന അർത്ഥത്തിൽ മിന്നു തലയാട്ടി. എങ്കിലേ മമ്മിയുടെ മിന്നൂസ് ഈ പാലും കുടിച്ച് മിടുക്കിയായിട്ട് വാ, നമുക്ക് സ്കൂളിലേക്ക് പോകണ്ടേ? മമ്മി കഴിക്കുന്നില്ലേ എന്ന് ആംഗ്യ ഭാഷയിൽ ചോദിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് അന്നയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ശേഷം കുസൃതിയോടെയുള്ള ആ കുഞ്ഞിക്കണ്ണുകളുടെ നോട്ടം കാണുകെ അന്നയ്ക്ക് ഒരുപാട് സന്തോഷമായി. അന്നയുടെ കണ്ണിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണുനീരിൽ കലങ്ങിയ വികാരങ്ങളുടെ രുചിഭേദം മനസ്സിലാക്കാൻ ആ കുഞ്ഞിക്കണ്ണിന് തിരിച്ചറിവുണ്ടായിരുന്നില്ല. കാഴ്ചയെ മറച്ചുകൊണ്ട് കണ്ണിൽ നിന്നും ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് മിന്നുമോളുടെ കവിളിലേക്ക് അന്ന അവളുടെ കവിൾ ചേർത്ത് ചുംബിച്ചു. ആദ്യ സ്കൂൾ ദിനമായതിനാൽ അന്ന അവൾക്കായിട്ട് വാങ്ങിയ പുതിയ ബാഗും നോട്ട് ബുക്കുകളും എടുത്തു വെക്കുമ്പോൾ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് മിന്നുമോൾ. ആ നിഷ്കളങ്കമായ മുഖം എന്തൊക്കെയോ പറയാനായി വെമ്പൽ കൊള്ളുന്നു എന്നത് അന്നയുടെ മനസ്സിനെ ദുഃഖപൂരിതമാക്കി. ആ 4 ചുവരിൻ്റെ നിശബ്ദതകൾ ഭേദിക്കാൻ അവളുടെ നാവുകൾക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അന്നയുടെ ഹൃദയം വേദനിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നും വേദനകൾ മാത്രമേ ദൈവം പറഞ്ഞിട്ടുണ്ടാകൂ. സ്വയം ആശ്വസിച്ചുകൊണ്ട് മിന്നുമോളുടെ കൈയും പിടിച്ച് അന്ന വീട്ടിൽ നിന്നും ഇറങ്ങി. ഒരു പുതിയ ലോകം അവളെ പരിചിതമാക്കാൻ. ഇതുവരെ അവൾക്കൊരു തുണയായി ഞാനുണ്ടായിരുന്നു, എപ്പോഴും എല്ലാത്തിനും. ഇനി അവൾ ഒറ്റയ്ക്കാണ്. അവൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നത് ഞാനായിരുന്നു. ഇനി എൻ്റെ മിന്നുമോൾ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടുമല്ലോ എന്നോർത്ത് അന്നയുടെ ഹൃദയം വിങ്ങി. ഇല്ല, അവൾക്കൊരു കുറവും ദൈവം കൊടുത്തിട്ടില്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അവളും കണ്ടു തുടങ്ങട്ടെ, അവളും പിച്ചവെച്ച് തുടങ്ങട്ടെ. ജീവിതമാകുന്ന ഈ മുൾപാതയിലൂടെ അവൾക്ക് താങ്ങായി ഏതെങ്കിലും ഒരു ശക്തി അവളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. മിന്നുമോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമല്ലേ? പോകും വഴി പള്ളിയിൽ കയറണം, അമലാമ്മയെ കാണണം. അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മിന്നുമോളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു തണലായിരിക്കും. പോകുന്ന വഴിയിൽ കടയിൽ നിന്നും ഒരു കൂട് മെഴുകുതിരി വാങ്ങി രൂപക്കൂടിന് മുന്നിൽ കത്തിച്ചു പ്രാർത്ഥിക്കാൻ. മാതാവിൻ്റെ രൂപക്കൂടിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നിൽക്കുന്ന മിന്നുമോളെ കണ്ണടക്കാതെ അന്ന നോക്കി നിന്നു. ആ മെഴുകുതിരിയുടെ പ്രകാശം അവളുടെ വെള്ളാരം കണ്ണുകളെ തിളക്കമുള്ളതാക്കി. പാവം മിന്നുമോള് സാധാരണ കുട്ടികളെപ്പോലെയല്ല. ഒന്നിനു വേണ്ടിയും ഒരു നിർബന്ധവും കാണിക്കാറില്ല. ഞാൻ മാത്രമാണ് ഇതുവരെ അവളുടെ ലോകം. അന്ന ഓർത്തു. അവൾക്ക് എൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും പോലെ അവൾക്കാകില്ല എന്നുള്ള ധാരണയാകാം അവളെ അവളിലേക്ക് തന്നെ തളച്ചിടുന്നത്. സെന്റ് തോമസ് ദേവാലയത്തിൻ്റെ പടുകൂറ്റൻ കവാടത്തിൽ നിന്ന് അവരകത്തേക്ക് പ്രവേശിച്ചു. അകത്തേക്ക് കയറി ഇടത്തോട്ട് നടന്നപ്പോൾ അവിടെ മറ്റൊരു മതിൽക്കെട്ടിനരികിലായി സ്ഥാപിച്ചിട്ടുള്ള പഴകിയ ഇരുമ്പ് പലകയിലേക്ക് അന്ന നോക്കി നിന്നു. സെന്റ് തോമസ് ഓർഫനേജ്. ആ ഗേറ്റിനുള്ളിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് അമലാമ്മയുടെ റൂമിലേക്കുള്ള വരാന്തയിലൂടെ മുന്നിലേക്ക് അവർ നടന്നു നീങ്ങി.
ഉപേക്ഷിക്കപ്പെട്ട അനാഥ ബാല്യങ്ങളുടെ ആശ്രയം, തിരുവസ്ത്രമണിഞ്ഞ ദൈവത്തിൻ്റെ മാലാഖ, അന്നും ഇന്നും ഈ അനാഥാലയത്തിൻ്റെ തേജസ്. ഒരമ്മയുടെ സ്നേഹം തരാൻ പേറ്റുനോവറിയണമെന്നില്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു അമലാമ്മ. വാത്സല്യത്തോടെ അമലാമ്മയുടെ കൈകൊണ്ട് ഊട്ടിയ ഉരുളയ്ക്ക് കിട്ടിയ രുചി ഈ ലോകത്തിലെ ഏത് വില കൂടിയ ആഹാരത്തിനും ലഭിക്കില്ല. ആ ഒരു സത്യം അന്ന വീണ്ടും ഓർത്തെടുത്തു. കലപില കൂട്ടുന്ന കൊച്ചുകുട്ടികളുടെ കളിചിരിയും പരിഭവങ്ങളും നിർബന്ധങ്ങളുമെല്ലാം അവളുടെ കാതിലേക്ക് ഇരച്ചു കയറി. മറഞ്ഞു തുടങ്ങിയ പഴയ ഓർമ്മകളിലേക്ക് മനസ്സ് വീണ്ടും അടുക്കുന്നു. താൻ ഓടിക്കളിച്ച് പരിചിതമായ ആ അനാഥാലയത്തിലെ ഓരോ മൺതരികളും അന്നയ്ക്ക് പരിചിതമായി തോന്നി. അവയെല്ലാം അവളെ നോക്കി പരിചിതമായ ഭാവത്തിൽ പുഞ്ചിരിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുൻപ് ഒരിറ്റു മുലപ്പാലിനു വേണ്ടി ദാഹിച്ചു കരഞ്ഞ അന്നയുടെ ശബ്ദം ഇന്നും ഈ ചുവരുകളിൽ പ്രതിധ്വനിക്കുന്നത് പോലെ. ജന്മം തന്നവരാരോ തന്നെയും ഈ ദേവാലയത്തിന് മുന്നിൽ ഉപേക്ഷിച്ച് പോയിരുന്നതാണ്. ആർക്കും വേണ്ടാത്ത ജന്മം. വിധി അവളെ പിന്നീടുള്ള ജീവിതത്തിലും തോൽപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ മടക്കിയ ഓർമ്മത്താളുകൾ തുറന്നപ്പോൾ അന്നയുടെ കണ്ണ് നിറഞ്ഞു. കണ്ണുകളും തുടച്ച് അമലാമ്മയുടെ മുറിയുടെ സമീപത്തേക്ക് ചെന്ന് വാതിലിൽ മുട്ടി. ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? സ്നേഹം തുളുമ്പുന്ന സ്വരത്തിൽ അന്നയെയും മിന്നുമോളെയും നോക്കി സന്തോഷത്തോടെ അമലാമ്മ ചോദിച്ചു. മിന്നുമോൾ അമലാമ്മയെ കണ്ട സന്തോഷത്തിൽ ഓടിച്ചെന്ന് അവരെ പുണർന്നു. ആ വെള്ളാരം കണ്ണുകളിലേക്ക് തൻ്റെ അധരങ്ങൾ ചേർത്ത് വാത്സല്യത്തോടെ അവർ ചുംബിച്ചു. എന്താ അന്നക്കുട്ടി, ഞങ്ങളെ ഇവിടേക്ക് മറന്നോ നീ? അമലാമ്മ കപട ദേഷ്യത്തോടെ ചോദിച്ചു. നിനക്കിവിടേക്ക് വരാൻ അധിക ദൂരമൊന്നുമില്ലല്ലോ മോളെ. അറിയില്ല അമലാമ്മേ, കാലം തന്ന മുറിവുകൾ ഉണങ്ങുന്നില്ല. ആ വ്രണവും പേറി ഈ മനസ്സ് ഇനിയും ഇവിടേക്ക്. നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കിനിയും വയ്യ. സാധിക്കുന്നില്ല അമലാമ്മേ, ഒന്നിനും എനിക്ക്. അന്ന വിതുമ്പി. ഇത്രയൊക്കെ എനിക്ക് വേണ്ടി സഹായിച്ചില്ലേ, ഇനിയും ഞാൻ കാരണം. ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ സാധിക്കാതെ അന്ന അമലാമ്മയ്ക്ക് മുന്നിൽ തൻ്റെ സങ്കടക്കടൽ തുറന്നു. അമലാമ്മ അന്നയ്ക്കരികിലേക്ക് വന്നു. അവളെ തൻ്റെ മാറോടണച്ചു. എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ. മാതാവ് ഈ സങ്കടങ്ങൾക്കൊക്കെ ഒരറുതി വരുത്തും. അന്നയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അമലാമ്മ ആശ്വസിപ്പിച്ചു. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ മിന്നുമോള് മൂകസാക്ഷിയായി നിന്നു. ആ പിഞ്ചു ഹൃദയത്തിനുള്ളിൽ ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞു. അന്ന നടന്നു ചെന്ന് മിന്നുമോളുടെ അരികിലായി വന്നു. അവളുടെ കൈ പിടിച്ച് അമലാമ്മയുടെ അടുത്തേക്ക് നീങ്ങി. മിന്നൂസേ, അമലാമ്മയുടെ മോള് സ്കൂളിൽ പോകുന്ന കാര്യം പറ. അന്നയുടെ കൈവിട്ട് മിന്നു അമലാമ്മയുടെ അടുത്തേക്ക് നീങ്ങി. ആംഗ്യഭാഷയിൽ സ്കൂളിൽ ആദ്യമായി പോകുന്ന കാര്യം പറഞ്ഞു. അമലാമ്മ നിറഞ്ഞ കണ്ണുകളോടെ ആ കുഞ്ഞു മാലാഖയെ വാരിപ്പുണർന്ന് അനുഗ്രഹിച്ചു. എൻ്റെ മിന്നുമോള് നന്നായിട്ട് പഠിച്ച് വലിയ മിടുക്കി കുട്ടിയാവണം കേട്ടോ. എന്നിട്ട് എൻ്റെ അന്നക്കുട്ടിയുടെ സങ്കടങ്ങളൊക്കെ മാറ്റണം. നിഷ്കളങ്കമായ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. തല ഇരുവശത്തേക്കും ചരിച്ച് കുസൃതിയോടെ ഒരു പാവക്കുഞ്ഞിനെ പോലെ മിന്നുമോള് നിന്നു. അമലാമ്മേ, എങ്കിലും ഞങ്ങൾ ഇറങ്ങട്ടെ? അന്ന അനുവാദം ചോദിച്ചു. അന്നക്കുട്ടി, നീ ഇവിടുത്തെ അന്യയല്ല മോളെ. എന്താവശ്യം വന്നാലും വരണം. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ നിന്ന് മിന്നുമോളെയും കൂട്ടി നീ താമസം മാറിയത്. അതിൻ്റെ കാരണമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എങ്കിലും നിനക്കായുള്ള മുറി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. ആ കാര്യം നീ മനസ്സിൽ വെച്ചേക്കണം. അമലാമ്മയുടെ വാക്കുകളിൽ നിരാശയുടെ നിഴലുകൾ നിറഞ്ഞിരുന്നു. മൗനത്തിലൂടെ അന്ന മറുപടി ഒതുക്കി യാത്ര പറഞ്ഞു. തിരികെ പള്ളിയുടെ പടവുകൾ ഇറങ്ങി താഴേക്ക് നടന്നു വന്ന അന്നയുടെ കൈകൾ വിടുവിച്ച് മിന്നുമോള് കുസൃതിയോടെ പടിക്കെട്ടുകൾ ഓടിയിറങ്ങി. മിന്നുമോളെ പതുക്കെ ഇറങ്ങ്, എവിടെയെങ്കിലും വീഴും. അന്ന ശാസനയോടെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പടിക്കെട്ടുകൾ അവസാനിക്കുന്നത് പള്ളിക്കവാടത്തിന് മുന്നിലായുള്ള റോഡിലേക്കായിരുന്നു. പടവുകൾ ഇറങ്ങിയ ആക്കത്തിൽ മിന്നുമോൾ അല്പം റോഡിലേക്ക് തള്ളി നിന്നു. തിരിഞ്ഞു നിന്നുകൊണ്ട് പടവുകൾ ഇറങ്ങി വരുന്ന അന്നയെ നോക്കി വേഗം ഇറങ്ങി വരാൻ കയ്യാട്ടി വിളിച്ചു. ഒരു നിമിഷം വീണ്ടും വിധി അന്നയുടെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കാൻ ഒരുങ്ങി നിന്നതുപോലെ
അപ്രതീക്ഷിതമായി ഇടതുവശത്തു നിന്നും വേഗത്തിൽ വന്ന കാറ് റോഡിൽ തള്ളി നിന്ന മിന്നുവിനെ ശക്തമായി ഇടിച്ചു തെറിപ്പിച്ചു. ഒരു വലിയ ശബ്ദത്തോടെ കാറ് ബ്രേക്ക് പിടിച്ചു. ചുറ്റും പൊടിപടലങ്ങൾ അന്തരീക്ഷത്തെ പൊതിഞ്ഞു. അന്ന അലർച്ചയോടെ പടവുകൾ വേഗത്തിലിറങ്ങി റോഡിൻ്റെ ഓരത്തായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മിന്നുമോളുടെ അടുത്തേക്ക് ശരവേഗത്തിൽ പാഞ്ഞെടുത്തു. വേദന കൊണ്ടൊന്ന് ഉറക്കെ അലറിക്കരയാൻ പോലും ആ കുഞ്ഞിന് കഴിയുമായിരുന്നില്ല. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.